27 മാർച്ചിന് എമ്പുരാൻ വരുമ്പോൾ യു വിൽ നോ ഹൂ ദാറ്റ് പേഴ്സൺ. ഞാൻ പറയില്ല. അറിയാം. പിന്നെ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ജേർണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത ഒരു വലിയൊരു ഹൈപ്പുള്ള മൂവി ആയിരുന്നല്ലോ ലൂസിഫർ. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടായ എമ്പുരാൻ വരുന്നുണ്ട്. അതിലെന്താണ് ആക്ച്വലി അതിൽ കറക്റ്റ് ജേർണലിസ്റ്റ് തന്നെ ആയിരുന്നു. ഇതില് ഒരു ക്യാമറമാനും കൂടി ആയുള്ള പരിപാടിയാണ്. പക്ഷെ ലൂസിഫറിലെ ക്യാരക്ടർ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് അവരെല്ലാവരെയും കൂടെ അഭിനയിക്കാൻ പറ്റിയത്. എമ്പുരാനിൽ ഇല്ല ഞാൻ. എമ്പുരാനിൽ ആക്ച്വലി ലാസ്റ്റ് മിനിറ്റ് ഒരു ഇത് കാരണം ജോയിൻ ചെയ്യാൻ പറ്റാഞ്ഞതാണ്. ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു, പക്ഷെ അത് എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ വെരി എക്സൈറ്റഡ്. എമ്പുരാൻ എന്ന് പറഞ്ഞ പടം അത്രയും വലിയ ഗ്രാൻഡ് പടമാണ്. ഇതേ ഫ്ലാഗ്ഷിപ്പിൽ ലൂസിഫർ ഫ്ലാഗ്ഷിപ്പിൽ വരുന്നതുകൊണ്ട് തന്നെ വലിയ എക്സ്പെക്റ്റേഷൻ നമുക്കൊക്കെ ഉണ്ട്. നല്ല ഗംഭീര പടമാവും ഉറപ്പായിട്ടും. അല്ല, രാജേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ആ റോളിന് വേണ്ടിയിട്ട് കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നു. എനിക്ക് നമ്മുടെ രാജേട്ടൻ നമ്മുടെ അസോസിയേറ്റ് ത്രൂ നമ്മൾ വിളിച്ചിരുന്നു ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. അതേ ക്യാരക്ടറാണ്, അത് തന്നെ കണ്ടിന്യൂറ്റി ക്യാരക്ടർ തന്നെ. പക്ഷെ അന്ന് ജോയിൻ ചെയ്യാൻ പറ്റില്ല. അവർ ഷെഡ്യൂൾ ചെയ്ത സമയത്ത് നമുക്ക് ലോക്കായി പോയി ഒരു സ്ഥലത്ത്. അതുകൊണ്ട് അന്ന് ആ ഡേറ്റ് മാറ്റാൻ പറ്റുമെന്ന് ഞാൻ ചോദിച്ചു. അത് മാറ്റാനും പറ്റില്ല അവർക്ക്. അപ്പോൾ അതങ്ങനെ നടന്നില്ല. പക്ഷെ എന്തായാലും എമ്പുരാനാണ്. അപ്പോൾ ഗംഭീര പടം. നമ്മളുണ്ടായാലും ഇല്ലെങ്കിലും ലാലേട്ടൻ കസറിയിട്ടുണ്ടാവും. അപ്പോൾ എക്സ്പെക്ടേഷൻ എന്തായാലും ആ ഫ്രാഞ്ചൈസിയിലുള്ള ആളാണ് കുഴപ്പമില്ല. അതെ ആ ഫ്രാഞ്ചൈസിയിലുള്ളതുകൊണ്ട് ചിലപ്പോൾ അടുത്തേലും വിളിക്കുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അല്ല, പിന്നീട് ജോയിൻ ചെയ്യാൻ പറ്റാത്തതിൽ അജേട്ടൻ എന്താ തിരിക്കോളി അങ്ങനെ എന്തെങ്കിലും? ഇല്ല അത് പിന്നെ നമ്മളത് പറഞ്ഞ് ഇതാക്കിയിട്ടു. പിന്നെ കുഴപ്പമില്ല. അത് സിനിമയുടെ കാര്യങ്ങളായതുകൊണ്ട് അവർക്കൊക്കെ അറിയാലോ. ഓക്കെ. അപ്പൊ അതിനെ പറ്റിയൊരു ടാസ്ക് തന്നാ ചെയ്യാവോ? ഇപ്പൊ റീസെന്റ് ആയിട്ട് ജസ്റ്റ് ഗസ് ചെയ്താൽ വേറെ ഒന്നല്ല. എമ്പുരാനെ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ പോസ്റ്റർ പിൻഭാഗം മാത്രമാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആർക്കും ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് ആ പോസ്റ്റർ. ഞാൻ പറയില്ല, എനിക്കറിയാം ആരാന്നറിയാം. അപ്പൊ ആരാണെന്ന് അറിയാം. ഈ ഫ്ലാഗ്ഷിപ്പിലുള്ളതുകൊണ്ട്. പക്ഷെ പറയില്ല. ഫഹദ് ഫാസിലാന്ന് കുറെ പറയുന്നുണ്ട്. നിങ്ങള് ഫഹദ് ഫാസിലായിട്ട് തോന്നുന്നു നിങ്ങൾക്ക്? അങ്ങനെ ഒന്നും കൂടെ ഫഹദ് ഫാസിലിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം. ഓക്കെ. അല്ല, ഞാൻ മാത്രല്ല, കുറെ ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. എന്നാലും അറിയാം, പറയാൻ പറ്റാത്തതുകൊണ്ടാണ്. അത് വരും അടുത്ത വർഷം. അപ്പൊ എന്തായാലും 27 മാർച്ചിന് എമ്പുരാൻ വരുമ്പോൾ യു വിൽ നോ ഹൂ ദാറ്റ് പേഴ്സൺ. ഓക്കെ, താങ്ക് യു. അല്ല, വേറെ ഒരു മിനിറ്റ് അതില്ലേ, ഇപ്പൊ റീസെന്റ് ആയിട്ട് എമ്പുരാന്റെ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ബാക്ക് ഭാഗം മാത്രം കാണിച്ചിട്ട് ഒരു പോസ്റ്റർ. അത് ജസ്റ്റ് ഒന്ന് നോക്കാവോ? ജസ്റ്റ് നോക്കിയിട്ട് ഒന്ന് ഗസ് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. എന്തൊരു ഗസ് ചെയ്യുന്ന? ഞാനിപ്പോ 25 സിനിമ ആണല്ലേ ഡിസംബർ. സോഷ്യൽ മീഡിയയിൽ വൻ ചർച്ചാ വിഷയമാണ് ധാരാന്നുള്ളത്. പലരും പറയുന്നു ഫഹദ് ഫാസിലാന്ന് പറയുന്നുണ്ട്. അങ്ങനെ രീതിയിൽ ഞാൻ പറയില്ല. അറിയാം. പിന്നെ ചേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് നോക്കിയിട്ട് ഫഹദ് ഫാസിലാണോ ഞാൻ പറയില്ല. മുഖത്തെ എക്സ്പ്രഷൻ വായിച്ചോട്ടെ. ഓക്കെ, താങ്ക് യു.